നമ്മളിവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മാവ് തന്നെ പല പേരിൽ അറിയും. അതുകൊണ്ട് ആളുകൾ ഒരു മാവ് തന്നെ 2-3 പ്രാവശ്യം വാങ്ങി വെച്ചവരുണ്ട്. ആകെ കൺഫ്യൂഷനാണ്. നമ്മുടെ പ്രിയപ്പെട്ട MS കോട്ടയിലെ വീട്ടുമുറ്റത്ത് വാട്ടർ ടാങ്കിൽ ഇരിക്കുന്ന മാവുകളെ കാണുന്നത്. ഈ മാവുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാമ്പഴങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. ഈ കാണുന്ന വെറൈറ്റി അതാണ്. ഇത് ഹോങ് ലോങ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ ഇവിടെ റെഡ് ഡ്രാഗൺ എന്നുള്ള പേരിലും പല പേരിലാണ്. നമ്മളിവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മാവ് തന്നെ പല പേരിൽ അറിയും. അതുകൊണ്ട് ആളുകൾ ഒരു മാവ് തന്നെ 2-3 പ്രാവശ്യം വാങ്ങി വെച്ചവരുണ്ട്. ആകെ കൺഫ്യൂഷനാണ്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ഹോങ് ലോങ് എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഇവിടൊക്കെ നമുക്ക് കായ കാണാൻ പറ്റും, മാമ്പഴങ്ങൾ മരത്തുനിന്ന് നേരിട്ട് ചെറിയൊരു കമ്പുണ്ടായിട്ട് അതിലാണ് ഇവിടെ കായ പിടിച്ചിട്ടുള്ളത്. അതും 3 ഇവിടെ കാണുന്നത്. ഇത് ഒരു റെഡ് കളർ ഫീൽ ചെയ്യും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് നല്ല റെഡ് കളറാവും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടേസ്റ്റുള്ള കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്, എങ്കിലും അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മാങ്ങയാണ്. നന്നായിട്ട് നമ്മുടെ കേരളത്തിൽ പെർഫോമൻസ് ചെയ്യുന്നതാണ്. ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു മാങ്ങയാണ് ഇത് ഇവിടെ റെഡ് ഡ്രാഗൺ ഓങ്ഷായ എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ പേര് ഹോങ് ലോങ് എന്നാണ്. ഹോങ് ലോങ് അല്ലേ? തായ്ലൻഡ് യഥാർത്ഥ പേര്. വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയാണ്.